ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു ചെറിയ ഉണ്ണിയായിട്ടാണ് കേട്ടോ, ഒരു മുട്ടുകുത്തിക്കണ്ണനായിട്ടായിരുന്നു അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു മുട്ടുകുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സിൽ താഴെയുള്ള കുട്ടികളാണല്ലോ സാധാരണയായിട്ട് മുട്ടുകുത്തി നടക്കുക. അപ്പം അങ്ങനെ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് വെണ്ണ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു തലയിൽ വെണ്ണയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. മോഷ്ടിക്കാനൊന്നും പോയിട്ടില്ല, ചെറിയ ഉണ്ണിയാണല്ലോ. അപ്പോൾ യശോദാമ്മ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. അതിങ്ങനെ വളരെ രസമായിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നല്ല സന്തോഷത്തോടു കൂടി. ആ വെണ്ണ കിട്ടിയ സന്തോഷമാണ് മുഖത്തെ. പിന്നെ നമ്മളെയൊക്കെ കാണുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ വിരുന്നുകാർ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സന്തോഷമല്ലേ. അപ്പോൾ ഭഗവാനെ കാണാനായിട്ട് ഒരുപാട് പേര് വരുമ്പോൾ ഭഗവാനും നല്ല സന്തോഷമല്ലേ. പിന്നെ വെണ്ണയും കൂടെയും കിട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ചിരിയാണെന്നറിയോ മുഖത്ത്. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. അവരിങ്ങനെ തനിയെ കഴിക്കുമ്പോൾ ആ മുഖത്ത് ഇവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് തേച്ചിട്ട് അതൊരു പ്രത്യേക ഭംഗിയൊക്കെ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. കുട്ടികളിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണാനായിട്ട് അവരുടെ വയറൊക്കെ നിറഞ്ഞു കാണുമ്പോൾ പൊതുവെ അമ്മമാർക്കൊക്കെ നല്ല സന്തോഷമാണ്. അപ്പം അങ്ങനെ രസമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത്. മുട്ടുകുത്തിയിരുന്നിട്ട് വെണ്ണയുണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു കേട്ടോ. ചെറിയൊരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. ഒരു തിരുമുടി മാല ഉണ്ടായിരുന്നു, അതിൽ താമരയും തെച്ചിയും കൂടെയാണ് കോർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാല ഉണ്ട് കേട്ടോ, നല്ല തടിച്ചു വന്നിട്ടുള്ള ഉണ്ടമാലയാണ്. അതിൽ 3 നിറങ്ങളുണ്ട്. അതായത് തുളസിയുണ്ട്, തെച്ചിയുണ്ട്, താമരയുടെ ഇതളുണ്ട്. അതിങ്ങനെ മാറി 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 കോർത്തിരിക്കാം. അതിന് നടുക്കാണ് വെണ്ണയുണ്ടുകൊണ്ട് നമ്മുടെ വെണ്ണക്കുട്ടി വെണ്ണക്കണ്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ തിരുമുടിയൊക്കെ ഉണ്ട്, ഒരു പീലിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നെറ്റിയിലൊരു ഗോപി തിലകുണ്ട്. പിന്നെ കാതുകളിലും ഇന്നലെ തിലകം തന്നെയാണ് കേട്ടോ, സ്വർണ്ണ തിലകങ്ങൾ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് ഒന്ന് കണ്ണടച്ചൊന്ന് നമ്മളൊന്ന് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ആ ചിത്രം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലെ ആ വെണ്ണയൊക്കെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെച്ച് തേച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത്രയും കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. 2 മാലയൊക്കെ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാല, പിന്നെ ഒരു മാല കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ നിലത്ത് കുത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ഓടക്കുഴൽ വെച്ചിട്ടുണ്ട്. പിന്നെ തലയിൽ നിന്ന് എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വെണ്ണ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിക്കാലുകളിൽ തലയൊക്കെ ഇട്ടിട്ട് മുട്ടുകുത്തിയിരിക്കുന്ന മുട്ടുകുത്തിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നന്നായി ഒന്ന് നമസ്കരിച്ചോളും. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.